വേഗം വാ, വല്യമാവും പാര പണിതിന് മുമ്പ് നമുക്ക് പോവാം. അമ്മാവൻ എങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ. കറങ്ങുമ്പോ വീഴാതിരിക്കാൻ ഒരാള് കൂടെ ഉള്ളത് നല്ലതാ. ഞങ്ങൾക്കൊരു പ്രൈവസി തരില്ലെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടാ. പ്രൈവസിക്ക് വേണ്ടിയിട്ടാ രണ്ടുപേർക്കും പ്രൈവറ്റ് ആയിട്ട് ഓരോ മുറി തന്നിരിക്കുന്നത്. പുറത്തു പോയിട്ട് എന്തെങ്കിലും തോന്നിയാസം ഒപ്പിക്കാനാണ് പരിപാടി എങ്കിൽ അത് നടക്കില്ല. നിനക്ക് ആയുസിൽ പേടിയില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഇവിടെ പറ്റാത്ത പണി വെളിയിൽ പോയി പറ്റിക്കാന്നാ. മിഴിച്ചു നോക്കാതെ വണ്ടി വിടറ. ഞാൻ ഇന്നലെ ബാങ്കിൽ വന്നിരുന്നു. ജെയിംസ് കുട്ടി അപ്പൊ വീട് നോക്കാൻ പോയെന്ന് പറഞ്ഞു. ആ, ഒരു വാടക വീട് നോക്കാൻ പോയതാ. മാസം 3000 രൂപ വേണമെന്ന്. തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ലോഡ്ജിൽ തന്നെ താമസിക്കാം. എന്റെ ലോണിന്റെ കാര്യം ഒന്ന് വേഗം ശരിയായി തരണം. ഞാൻ ഈ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ധൃതി വെക്കാതെ ശരിയാക്കി തരാം. താൻ ചെല്ല്. സോറി. It's all right. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? തെമ്മാടിത്തരം കാണിക്കുന്നു. മാണിക്കശ്ശേരിയിലെ പെമ്പിള്ളേരെ പറ്റി നീ എന്താടാ വിചാരിച്ചത്? മാണിക്കശ്ശേരിയിലെ പെണ്ണോ? ഇത് കളത്തിൽ പറമ്പിലെ ഡേസിയാ. പറഞ്ഞു കൊടുക്ക ഡേസി, നീ ആരാണെന്ന്. ഞാൻ ഡേസി ഒന്നുമല്ല, മായ. താൻ എന്ത് മയക്കുമരുന്ന് കൊടുത്താണോ ഈ പെൺകുട്ടിയുടെ മനസ്സിലാക്കിയത്? എന്താ എന്ത് പറ്റി അമ്മാവ? എന്തിന്? കാര്യമുണ്ട്. എന്ത് പറ്റി മായ? ഇയാളെന്റെ കൈ കയറി പിടിച്ചു. പിടിക്കും, ഇനിയും പിടിക്കും. പിടിക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഇവൻ ഞങ്ങളെ പെണ്ണിനെ കയറി പിടിച്ചു. ഉണ്ണി വണ്ടി കയറ്. കോവിലത്തേക്ക് വാടോ. നേരെ എത്രയായി? ആ കുട്ടികളെ ഇതേവരെ കണ്ടില്ലല്ലോ. നല്ലൊരു ദിവസമായിട്ടെ ആ രാമനും അവരോടൊപ്പം കളിച്ചു നടക്കായിരിക്കും. കളിക്കട്ടെ മുത്തശ്ശി, തമ്പുരാൻ അതിന് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇന്നത്തെ വിശേഷത്തെ കുറിച്ച് അവരാരും ഓർത്തിട്ടുണ്ടാവില്ല. അതേ കാറ് വരുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊന്നും മുത്തശ്ശി അറിയണ്ട. ഓ, ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? ഇതെന്താ നിന്റെ ഷട്ടിലൊക്കെ? അതെ, കടപ്പുറത്ത് ഞാനും ഉണ്ണിയും മായും കൂടി ചിരിച്ച് കളിച്ച് മറിഞ്ഞ് ശരിക്കും മേടിച്ചു. പുതുക്കനായിട്ട് നിന്റെ കളി ഇച്ചിരി കൂടുന്നുണ്ട്. എല്ലാരും പോയി കുളിച്ചിട്ട് ശുദ്ധമായിട്ട് വന്നോളൂ. എന്താ മുത്തശ്ശി, വല്ല പൂജയോ വഴിപാടോ ഉണ്ടോ? മറന്നോ നീയേ? ഇന്ന് പൂത്തിരുവാതിരയല്ലേ? ഇവരുടെ മംഗല്യം കഴിഞ്ഞിട്ട് ആദ്യത്തെ തിരുവാതിര. അപ്പൊ കേമായി തന്നെ ആയിക്കോട്ടെ അല്ലേ അമ്മാവ? പിന്നെ മുത്തശ്ശിയുടെ തിരുവാതിര കളി കണ്ടിട്ട് ശികാലായി. നീ അടി വാങ്ങിക്കേ എന്റെ കയ്യിന്ന്. പിന്നെ ഇയാളോട് വരുന്നു. ആരാ? ഏതാ ഇയാള്? ആള് മാറി തന്നോ അതോ വട്ടാണോന്ന് അറിയില്ല. വെറുതെ മായയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു. ഓഹോ, ആ കുട്ടി അകത്തേക്ക് വെക്കോളൂ. നിന്നോടല്ല, മായയോട്. അതെ, ആ ഡേസി ഒന്ന് വിളിച്ചേ. താൻ അടി വാങ്ങിട്ടേ പോകുന്ന ശബ്ദം ചെയ്താണ് എനിക്ക്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിനക്ക് നേരത്തെ കിട്ടിയിട്ട് പോരല്ലേ? അടിക്കടാ, അടി അടി. തന്നോടല്ലേ പറഞ്ഞത് അത് ഡേസി അല്ല മായാണെന്ന്? നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി കള്ളമൊന്നും പറയണ്ട. എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന പെൺകുട്ടിയാണ് ആ പോയ ഡേസി. ചങ്ങനാശ്ശേരിയിലാണ് അവളുടെ വീട്. അപ്പന്റെ പേര് ഫിലിപ്പോസ്, അമ്മച്ചിയുടെ പേര് സാറാമ്മ. ഇനിയും തെളിവുകൾ വേണോ? പഠിച്ചത് സെന്റ് തെരേസാസ് കോൺവെന്റിൽ, ഡിഗ്രിക്ക് SD കോളേജിൽ, ഇടവകപ്പള്ളി സെന്റ് തോമസ് ചർച്ച്. ഞാൻ വേണമെങ്കിൽ അവളുടെ മാമോദിസ മുഖ്യ ഡേറ്റ് വരെ പറയാം. വേണോ? എന്താ ഇയാളീ പറയണേ? ആ കുട്ടിക്ക് ഒരു മുത്തച്ഛൻ മാത്രമേ ഉള്ളൂ, ശ്രീമംഗലത്ത് മാധവനുണ്ണി മേനോൻ. ഞങ്ങൾ ആ കുട്ടിയുടെ തറവാട്ടിൽ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ല, താൻ പറയുന്ന പോലെ കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലുള്ള നസ്രാണി പെണ്ണൊന്നും അല്ല. തനിക്ക് സുഖമില്ലാണ്ട എന്ത് പറയാമോ? എനിക്ക് അവളോടാണ് സംസാരിക്കാനുള്ളത്. ഇയാളൊന്ന് പുറത്തു പോകുന്നുണ്ടോ? ഞങ്ങളുടെ പെണ്ണിനെയും കൊണ്ടേ ഞാൻ പോവും. എല്ലാത്തിനും ഞാൻ അകത്താക്കും. രാമൻ പറഞ്ഞത് ശരിയാ. ഇയാക്കെ ബുദ്ധിസ്ഥിരത ഇല്ലെന്നാ തോന്നണത്. പണിക്കരെ ഈ ഭ്രാന്തനെ പിടിച്ച് പുറത്താക്ക്. ഭ്രാന്തതിന് മറ്റവരാടാ. നോക്കി നിൽക്കാതെ ഇയാളെ പിടിച്ച് പുറത്താക്കണം പണിക്കരെ. ബലം പ്രയോഗിക്കരുത്. ഞാനൊരു ബാങ്ക് ഓഫീസറാണ്. എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. ഞാനല്ലേ പറയണത്.
എന്താ പണിക്കരെ അയാൾ കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ? ഏയ് ആളത്ര കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറയണ കേട്ടപ്പോ എന്തോ പന്തികേടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ തമ്പുരാട്ടി. അയാൾക്ക് തലയ്ക്ക് നൊസാന്ന് പറഞ്ഞത് ചിലപ്പോ നേരായിരിക്കും. അതല്ല, എന്റെ പഴമനസ്സില് വേറെ ചില സന്ദേഹങ്ങള്. എന്താന്ന് വെച്ചാ തുറന്ന് പറയൂ പണിക്കരെ. അത് മായമോളെ പറ്റി തന്നെയാ. നമുക്ക് മേപ്പാടിനെ ഒന്ന് വരുത്തിയാലോ? അതിനും വേണ്ടി ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? വ്രതം നോറ്റിരിക്കുന്ന മേപ്പാടിനെ ചെന്ന് ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? സമയമാവുമ്പോ ഇങ്ങ് വന്നേക്കാന്ന് കൽപ്പിച്ചല്ലേ പോയത്. താൻ ചെന്നേ ആ സാവിത്രിയോടെ എന്റെ സഹചരാതി കുഴമ്പങ്ങ് കൊണ്ടുവരാൻ പറയൂ. ഓ, മുത്തശ്ശിയുടെ കുഴമ്പാ. പിന്നെ പണിക്കരമ്മാന് വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. എല്ലാം ഞാൻ തീർത്തു തരാം. ബോള് മായച്ചിലേ ചെന്നു. ഞങ്ങളുടെ പന്തതാ മായേച്ചി. ദേ ഇവിടെ കളിക്കരുതെന്ന പണിക്കരമോൻ പറഞ്ഞിരിക്കണേ. മുത്തശ്ശി പറഞ്ഞല്ലോ കളിച്ചോളാൻ. പണിക്കരമോന് കുശുമ്പാ. ഞാൻ പന്ത് തരാം. പക്ഷേ മാളൂട്ടിയോട് ഒരു കാര്യം പറഞ്ഞ് കേക്കോ? എന്ത് വേണേ കേക്കാം. പന്ത് തന്നാ മതി. ദാ നിങ്ങൾ പോയി കളിച്ചോ. ഞാൻ മാളൂട്ടിയോട് ഒരു സൂത്രം പറയട്ടെ. മായച്ചി, ദേ എത്ര കഷ്ടപ്പെട്ടാണെന്നോ ഞാൻ ഈ ഏലസ് അഴിച്ചെടുത്തത്. മായച്ചി പറഞ്ഞ പോലെ എനിക്ക് ചോക്കോബാർ മേടിച്ചു തരണം. തീർച്ചയായും മേടിച്ചു തരാം. കുട്ടിയാ ഇത് ചെയ്തതെന്ന് ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. എന്നാ പിടിച്ചോ. എന്റെ കയ്യിൽ തരണ്ട. മോള് തന്നെ കുളത്തിലേക്ക് ഇട്ടേക്ക്.